നമ്മളിനി പ്രതിപക്ഷം മാത്രമല്ല, ഞാൻ ആവർത്തിച്ചു പറഞ്ഞതുപോലെ അധികാരത്തിലേക്ക് വരാൻ പോകുന്ന മുന്നണി കൂടിയാണ്. എവിടെയെല്ലാം ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടോ അവിടെയെല്ലാം നമ്മൾ നമ്മുടെ കേരളത്തെ കൈപിടിച്ചുയർത്തും. UDF കേരളത്തിലെ ജനങ്ങൾക്ക് വാക്ക് തരുന്നു, ഒരു നിയോ കേരള മോഡൽ. സ്വകാര്യ സംവിധാനങ്ങളെയും കോർപ്പറേറ്റ് മേഖലകളെയും പോലും വെല്ലുന്ന എഫിഷ്യൻസി ഗവൺമെന്റ് സെക്ടറിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് UDFന്റെ ലക്ഷ്യം. വെറും UDF അല്ല, ടീം UDF. ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ എല്ലാം സ്വപ്നവും പ്രതീക്ഷയുമായ ബഹുമാന്യനായ ശ്രീ രാഹുൽജി, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തിയ പാണക്കാട് സയ്യദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, AICCയുടെയും നേതാക്കളെ, പ്രിയപ്പെട്ട എൻ്റെ ജാഥ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പോരാളികളായ സഹപ്രവർത്തകരെ, വ്യക്തിപരമായി എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമായിരുന്നു ഈ പുതുയുഗ യാത്ര. ഈ യാത്ര ഹൃദയത്തിലേറ്റി, നെഞ്ചിലേറ്റി തിരുവനന്തപുരം വരെ എത്തിച്ച മുഴുവൻ UDF നേതാക്കളോടും പ്രവർത്തകരോടും നിറകണ്ണുകളോടെ ഞാൻ നന്ദി പറയുന്നു. നമ്മൾ ആരംഭിച്ചപ്പോൾ പ്രതീക്ഷിച്ചതിൻ്റെ എത്രയോ മടങ്ങ് ജനക്കൂട്ടമാണ്, ചെറുപ്പക്കാരും സ്ത്രീകളും അടക്കമുള്ള വൻ ജനാവലി ഈ യാത്രയെ അവരുടെ യാത്രയാക്കി മാറ്റിയത്. ഈ യാത്രയ്ക്ക് ചില സവിശേഷതകൾ ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളം ഭരിക്കുന്ന ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള കുറ്റപത്രം ജനങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചു. പക്ഷേ അവിടെ മാത്രം നമ്മൾ ഒതുങ്ങി നിന്നില്ല. നമ്മളിനി പ്രതിപക്ഷം മാത്രമല്ല, ഞാൻ ആവർത്തിച്ചു പറഞ്ഞതുപോലെ അധികാരത്തിലേക്ക് വരാൻ പോകുന്ന മുന്നണി കൂടിയാണ്. എവിടെയെല്ലാം ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടോ അവിടെയെല്ലാം നമ്മൾ നമ്മുടെ കേരളത്തെ കൈപിടിച്ചുയർത്തും. അതിനുവേണ്ടി തയ്യാറാക്കിയ പദ്ധതികൾ ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, കാർഷിക മേഖലയിൽ സ്വപ്നതുല്യമായ പദ്ധതികൾ, ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുമായി 14 ജില്ലകളിലും നമ്മൾ സംവദിക്കാം പുതുയുഗത്തിനായി എന്ന ചർച്ച നടത്തി അവരിലൂടെ സമാഹരിച്ച ഡോക്യുമെന്റുകൾ എല്ലാം തയ്യാറാക്കി. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ഇന്ത്യയിൽ ഒരു പ്രസ്ഥാനവും ചെയ്യാത്ത തയ്യാറെടുപ്പോടു കൂടിയാണ് UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ കേരളത്തിനൊരു മാറ്റമുണ്ടാക്കണം. നമ്മുടെ വരാനിരിക്കുന്ന തലമുറകൾക്ക് കൂടി അനുയോജ്യമായ തരത്തിൽ കേരളത്തെ നമുക്ക് ഈ രാജ്യത്തിന്റെ നെറുകയിലെത്തിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. UDF കേരളത്തിലെ ജനങ്ങൾക്ക് വാക്ക് തരുന്നു, ഒരു നിയോ കേരള മോഡൽ. പഴയ കേരള മോഡലല്ല, അത് കാലഹരണപ്പെട്ടു. ഒരു പുതു കേരള മോഡൽ, ഈ രാജ്യത്തിന് മുഴുവൻ മാതൃകയാകുന്ന, രാജ്യം മുഴുവൻ അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു നിയോ കേരള മോഡൽ. അതാണ് UDFന്റെ വാക്ക്. ഗുഡ് ഗവേണൻസ്, സദ്ഭരണം, കൃത്യമായ ഇടപെടലുകളിലൂടെ സാധാരണക്കാരന്റെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ഈ സെക്രട്ടേറിയറ്റ്, കേരളത്തിലെ ഈ സെക്രട്ടേറിയറ്റ് ഭരണസിരാ കേന്ദ്രം ഇന്ത്യയിലെ നമ്പർ 1 എഫിഷ്യന്റ് സെക്രട്ടേറിയറ്റ് ആക്കി മാറ്റി. എല്ലാ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കും അക്കൗണ്ടബിലിറ്റി, ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന പദ്ധതികൾക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കി. ആ അക്കൗണ്ടബിലിറ്റിയെ നിയമവൽക്കരിച്ച് സ്വകാര്യ സംവിധാനങ്ങളെയും കോർപ്പറേറ്റ് മേഖലകളെയും പോലും വെല്ലുന്ന എഫിഷ്യൻസി ഗവൺമെന്റ് സെക്ടറിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് UDFന്റെ ലക്ഷ്യം. അതിനുള്ള കൃത്യമായ പദ്ധതികൾ രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിദഗ്ധരുമായി ആലോചിച്ച് തയ്യാറാക്കിയ പദ്ധതികൾ തൊഴിൽ രംഗത്ത് അത്ഭുതകരമായ മാറ്റമുണ്ടാക്കുന്ന, വിദ്യാഭ്യാസ രംഗത്ത് മാറ്റമുണ്ടാക്കുന്ന, ആരോഗ്യ രംഗത്ത് മാറ്റമുണ്ടാക്കുന്ന പദ്ധതികൾ UDFനുണ്ട്.
ആ പദ്ധതികൾ ഫലപ്രദമായി നമ്മൾ നടപ്പാക്കുക തന്നെ ചെയ്യും. ഏറ്റവും പാവപ്പെട്ട മനുഷ്യർ, സങ്കടങ്ങളുമായി ജീവിക്കുന്നവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവരുടെ സങ്കടങ്ങൾ മാറ്റാനുള്ള പദ്ധതികളുണ്ടാകും. ഈ നാടിന് മുഴുവൻ മാറ്റമുണ്ടാകുന്ന തരത്തിൽ ഒരു വലിയ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പോടുകൂടി UDF വരികയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ജാഥയിൽ എന്നോടൊപ്പം പങ്കെടുത്ത മുഴുവൻ അംഗങ്ങളെയും ഞാൻ പ്രത്യേകമായി അവരോട് നന്ദി പറയുന്നു. കാരണം അവരെല്ലാം കഷ്ടപ്പെട്ട് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും ഇത് മനോഹരമായി, അതിമനോഹരമായി സംഘടിപ്പിച്ച, നിങ്ങൾക്കറിയാം, കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ആൾക്കൂട്ടം, അതിൻ്റെ സംഘാടന മികവ്, അതെല്ലാം നിങ്ങളുടേതാണ്. നിങ്ങൾക്കാണ് അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് അവകാശപ്പെടുന്നത് എന്ന് വിനയപൂർവ്വം ഞാൻ പറഞ്ഞുകൊണ്ട്, എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, ഈ സമാപന സമ്മേളനം ചരിത്ര പ്രാധാന്യമുള്ള ഒന്നാക്കി മാറ്റാൻ ഇവിടെ എത്തിയ പ്രിയങ്കരനായ രാഹുൽജിയോട് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. പോരാളികളെ പോലെ നമ്മളെല്ലാവരും, വേദിയിൽ ഇരിക്കുന്നവരും നിങ്ങളും, ഇന്നു മുതൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ UDF ആവർത്തിച്ചു പറയാറുള്ളത് പോലെ വെറും UDF അല്ല, ടീം UDF. നമ്മളെല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും നിലമ്പൂരും നമ്മൾ നമ്മുടെ ഭൂരിപക്ഷം അതിനു മുമ്പ് നമ്മൾ പ്രവചിച്ചു, ഇല്ലേ? തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം നേടി. നമ്മൾ അതിനു മുമ്പ് എത്ര സീറ്റ് കിട്ടും എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 30 വർഷക്കാലത്തെ ഏറ്റവും തിളക്കമാർന്ന വിജയം കിട്ടി. ആ വിജയവും നമ്മൾ പ്രവചിച്ചു. അതേ വഴിയിൽ അതിന്റെ ആത്മവിശ്വാസം നൽകിക്കൊണ്ട് ഞാൻ പറയുന്നു, ടീം UDF 100-ലധികം സീറ്റുമായി അധികാരത്തിലേക്ക് തിരിച്ചു വരും. അതിന്റെ ചുമതല മുഴുവൻ നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.